Hello students, welcome back. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഫോഴ്സസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, നമ്മുടെ ന്യൂട്ടൻ്റെ 3 ലോസ് ഓഫ് മോഷൻ നിയമങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാ വർഷവും ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ വകഭേദങ്ങളാണ് വരാറുള്ളത്. ഇതിൻ്റെ വാല്യൂസ് മാറ്റിയിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ടും അതല്ലെങ്കിൽ വേറെ രീതിയിൽ ഇക്വേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറുകൾ മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് കഴിഞ്ഞൊരു 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിലെ ഇമ്പൾസ് മൊമെൻറ്റം 2 ക്വാണ്ടിറ്റീസ്, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 2 ക്വാണ്ടിറ്റീസ് ആണ്. അവരുടെ 2 പേരുടെയും ഇക്വേഷനാണ് ബി കോളത്തിൽ ചോദിച്ചിട്ടുള്ളത്, യൂണിറ്റ് ആണ് സി കോളത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ ഇമ്പൾസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇമ്പൾസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഫോഴ്സ് ഇൻറ്റു ടൈമാണ് അല്ലേ? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ടൈമാണ്. അതാണ് അവിടെ എന്തായിട്ട് തന്നിട്ടുള്ളത്? അതിൻ്റെ യൂണിറ്റ് ആയിട്ട് ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് ആയിട്ട് തന്നിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് നമ്മൾ മൊമെൻറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ MV എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ സി കോളത്തിൽ നമ്മൾ എന്താണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ യൂണിറ്റ് എടുക്കുമ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. മനസ്സിലായോ? അതുപോലെ ഇനി ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മാത്രമാണ്. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റും ഇക്വേഷൻസും ഒക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, ഇമ്പൾസ് മൊമെൻറ്റം തമ്മിൽ ആക്ച്വലി മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. എത്ര പേര് അത് ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ലാസ്സിൽ. ഇമ്പൾസും മൊമെൻറ്റവും ആക്ച്വലി എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ് ശരിക്കും എന്ത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മൊമെൻറ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്നതും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതും ആക്ച്വലി ഒരേ യൂണിറ്റ് തന്നെയാണ്. ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്നതും കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നതും ഒരേ യൂണിറ്റാണ്, 2 രീതിയിൽ എഴുതിയെന്ന് മാത്രം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദ ഫിഗർ ഷോസ് ദി മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് എലോങ് എ സർക്കുലർ പാത്ത്. സർക്കുലർ മോഷനെ പറ്റിയുള്ള ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ? അറിയുമോ ഇത്? യൂണിഫോം മോഷൻ എന്തായിരുന്നു? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഒബ്ജക്റ്റ് ട്രാവലിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കോൺസ്റ്റൻ്റ് ആവണം? ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആവണം, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ്, സ്പീഡും കോൺസ്റ്റൻ്റ് ആവണം. ഇവിടെ യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സർക്കുലർ മോഷൻ എല്ലാവർക്കും അറിയാലോ, ഒരു സെൻറ്ററിന് അറൗണ്ടായിട്ട് ഒരു ഫിക്സഡ് റേഡിയസിൽ ഒരാൾ സർക്കുലർ പാത്തിലൂടെ കറങ്ങുന്നതിനെയാണ് സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ യൂണിഫോം സർക്കുലർ മോഷൻ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആവുന്ന മോഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വിളിക്കുക. പല ടൈപ്പ് സർക്കുലർ മോഷൻ ഉണ്ട്, അതിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആവുന്ന മോഷനെ എന്തുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ച യൂണിഫോം മോഷനിൽ പറയുന്നത് പോലെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താ? ഓരോ ഇൻസ്റ്റൻറ്റിലും സർക്കുലർ മോഷനിൽ എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാനേ കഴിയില്ല. സോ വാട്ട് ഡു യു മീൻ ബൈ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്ത് പറയാൻ പറ്റും നമുക്ക്? സ്പീഡ് ഇസ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ടൈപ്പ് മോഷനാണ് എന്ത് വിളിക്കുക? യൂണിഫോം സർക്കുലർ മോഷൻ. റൈറ്റ് എനി 1 എക്സാമ്പിൾ ഫോർ യൂണിഫോം സർക്കുലർ മോഷൻ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് എഴുതി കൊടുക്കാം. മെറി ഗോ റൗണ്ട് ഒരു എക്സാമ്പിളാണ്. എ സ്റ്റോൺ ടൈഡ് ബൈ എ റോപ്പ് ആൻഡ് വേൾഡ് ഇൻ എ സർക്കിൾ, അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് സർക്കുലർ മോഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇഫ് ദിസ് ഒബ്ജക്റ്റ് ലൂസസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് അറ്റ് ദി പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഇതാ, നിങ്ങൾക്കത് ഈ ഒരു സർക്കിളിൻ്റെ താഴെ കാണാം. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വൈൽ ഇൻ സർക്കുലർ മോഷൻ ഡ്രോ ദി പാത്ത് ഓഫ് ഇറ്റ്സ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചൊരു കാര്യം തന്നെയാണ്. അതായത് സർക്കുലർ മോഷനിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു പോയിന്റിലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ഒബ്ജക്റ്റിന് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ്. പുറത്തേക്ക് ഇങ്ങനെ ചെതറിപ്പോകാനുള്ളൊരു ടെൻഡൻസിയാണ് സർക്കുലർ മോഷനിലുള്ള ഒബ്ജക്റ്റുകൾക്ക്. നിങ്ങൾക്കറിയാം, നമ്മൾ കല്ല് കയറ് കെട്ടി വലിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്ന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ല് ദൂരേക്ക് തെറിച്ച് പോകും. അങ്ങനെ ദൂരേക്ക് തെറിച്ച് പോകാതെ ഈ ഒബ്ജക്റ്റിനെ ഈ ഒരു സർക്കുലർ ട്രാക്കിൽ നിലനിർത്തുന്നത് ആരാണ്? ഈ സെൻട്രിപിറ്റൽ ഫോഴ്സാണ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഏത് പോയിന്റിലാണോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലാതായത് അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലേക്ക് അത് തെറിച്ച് പോകും. അതായത് ഈ സർക്കിളിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്നാണ് നമ്മളിതിനെ വിളിക്കുക. ഈ ഒരു പോയിന്റിൽ നമ്മൾ സർക്കിളിലേക്ക് വരയ്ക്കുന്ന ആ ലൈനിൻ്റെ പേരാണ് ടാൻജൻറ്റ്.
അപ്പോൾ ആ ടാൻജൻഷ്യൽ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇത് തെറിച്ച് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആരോ മാർക്കോട് കൂടിയിട്ട് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. സോ 3 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഡ്രോ ദ പാത്ത് ഓഫ് ദ മോഷൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പാർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. When a bullet is fired from a gun, the gun recoils. അടുത്ത ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. റൈറ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ഒരു ബുള്ളറ്റിൻ്റെ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ തോക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആക്ഷൻ ഏതാണ്, റിയാക്ഷൻ ഏതാണ്? ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളറ്റ് ഗണ്ണ് അല്ലേ, ഗണ്ണ് ഫയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൺ ഫയർ ചെയ്യുന്നതാണ് എന്ത്, ഗൺ ഫയർ ചെയ്തതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗൺ ഫയറിംഗ് ആണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ഷന് റിയാക്ഷൻ ആയിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് അല്ലേ, ആക്ഷന് റിയാക്ഷൻ ആയിട്ടാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, സോറി ഗൺ ഫയർ ചെയ്തു, ആക്ഷനും റിയാക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഒന്ന് ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും, ഗണ്ണ് റീകോയിൽ ചെയ്യും അല്ലേ. അപ്പോൾ ബുള്ളറ്റ് ഫയർഡ്, ഗണ്ണ് ഫയർ ചെയ്തിട്ട് മൂവ് ചെയ്തത് ആരാണ്, മൂവ് ചെയ്തിട്ടുള്ളത് ബുള്ളറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആക്ഷനായിട്ട് നമുക്ക് എന്തിനു എഴുതാം, ബുള്ളറ്റ് മൂവിങ് ഫോർവേഡ്, മുന്നിലേക്ക് പോകുന്ന ബുള്ളറ്റാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. അത് കാരണമുള്ള റിയാക്ഷൻ ആണെന്ത്, റീകോയിൽ ഓഫ് ദ ഗൺ, ഈ ഗണ്ണിൻ്റെ റീകോയിൽ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണെന്ത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു സിസ്റ്റത്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്നത്. എ ബുള്ളറ്റ് ഇസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി 40 മീറ്റർ/സെക്കൻഡ് 40 മീറ്റർ/സെക്കൻഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 4 കിലോഗ്രാം. വാട്ട് വിൽ ബി ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ ഇഫ് ദ മാസ് ഓഫ് ദ ബുള്ളറ്റ് ഇസ് 0.2 കിലോഗ്രാം. ഇത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇക്വേഷനും മറ്റും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റീകോയിൽ വെലോസിറ്റി V ഇസ് ഈക്വൽ ടു, ഓക്കെ, റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ V ഇസ് ഈക്വൽ ടു, ഓർക്കുന്നില്ലേ, -mu ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇതാണ് റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിലെ ക്യാപിറ്റൽ V എന്താ ശ്രദ്ധിച്ചോളൂ, അത് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണാണ്. ക്യാപിറ്റൽ M എന്താ, മാസ് ഓഫ് ഗണ്ണാണ്. സ്മോൾ m മാസ് ഓഫ് ദ ബുള്ളറ്റാണ്, സ്മോൾ u എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി ബുള്ളറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പഠിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ മൈനസ് ബുള്ളറ്റിൻ്റെ മാസ് 0.2 കിലോഗ്രാം ആണ്, മൾട്ടിപ്ലൈഡ് ബൈ ബുള്ളറ്റിൻ്റെ സ്പീഡ് 40 മീറ്റർ/സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഗണ്ണ് ചെയ്യാം. മാസ് ഓഫ് ദ ഗണ്ണ് എത്രയാണ്, 4 കിലോഗ്രാം ആണ്. സോ -0.2 ഇൻറ്റു 40/4 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 10 കിട്ടും. ഓക്കെ, സോ 10 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 മീറ്റർ/സെക്കൻഡ് ആണെന്ത് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി. എന്തുകൊണ്ടാണ് ഒരു മൈനസും കൂടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബുള്ളറ്റ് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്, അത് നമ്മളിവിടെ പോസിറ്റീവ് 40 മീറ്റർ/സെക്കൻഡ് ആക്കി എടുത്തു. സോ റീകോയിൽ ഓഫ് എ ഗണ്ണ് എന്ന് പറഞ്ഞാൽ ഗണ്ണ് തിരിച്ച് ഷോൾഡറിലേക്ക് ഇങ്ങോട്ടേക്ക് ബാക്കോട്ടേക്കാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ മുന്നോട്ടുള്ള വെലോസിറ്റി പോസിറ്റീവ് ആക്കി എടുത്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താണ്, നെഗറ്റീവ് ആക്കി എടുക്കണം. സോ ആൻസർ -2 മീറ്റർ/സെക്കൻഡ്. നെക്സ്റ്റ് വൺ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻസ്റ്റൻസസ് ഇൻടു ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓരോ സെൻറ്റൻസുകളായിട്ട് വായിച്ച് നോക്കുക. When a running bus stops suddenly, passengers tend to fall forward. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അപ്പോൾ എന്താണ്, അത് ഇനേർഷ്യ ഓഫ് മോഷനാണ്. ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് ഞാനിതാ ഷോർട്ടാക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ ഫാൻ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് ഫോർ എ വൈൽ ഈവൺ ആഫ്റ്റർ ഇറ്റ് ഇസ് സ്വിച്ച്ഡ് ഓഫ്. അതും എന്ത് തന്നെയാണ്, ഇനേർഷ്യ ഓഫ് മോഷനാണ്. കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൾറെഡി. ദി മാംഗോ ഫോൾസ് ഡൗൺ വെൻ ബ്രാഞ്ചസ് ആർ ഷേക്ക്ഡ്. നമ്മൾ ബ്രാഞ്ചുകൾ, മാങ്ങ പറിക്കാൻ എല്ലാവരും പോയിട്ടില്ല, മാങ്ങയുടെ മാവ് നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ മാങ്ങ താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്, ഇനേർഷ്യ ഓഫ് മോഷനാണോ റെസ്റ്റാണോ? ഓൾറെഡി റെസ്റ്റിലിരിക്കുന്ന മാങ്ങ നമ്മൾ പോയിട്ട് ബ്രാഞ്ചൊക്കെ കൂടെ കുലുക്കാൻ തുടങ്ങി. അപ്പോൾ ആ മാങ്ങയുടെ അറ്റത്തിരിക്കുന്ന ഞെട്ടി അല്ലേ, അതെന്താണ്, അത് കിടന്ന് ഇളകാൻ തുടങ്ങും. നമ്മുടെ മാംഗോ മാസ് കൂടുതലാണ്, അതിന് ഇനേർഷ്യ കൂടുതലാണ്, അതവിടെ റെസ്റ്റിലായിരുന്നു. അപ്പോൾ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുക. പക്ഷേ ബാക്കി ബ്രാഞ്ചുകളും ലീഫുകളൊക്കെ ഇളകുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളത്, പഴുത്ത മാങ്ങകൾ ഡിറ്റാച്ച് ചെയ്തിട്ട് താഴേക്ക് വീഴുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനേർഷ്യ ഓഫ് എന്താണ്, റെസ്റ്റാണ്.
ഇറ്റ് ഈസ് പോസിബിൾ ടു സ്ട്രൈക്ക് ഔട്ട് എ സിംഗിൾ ക്യാരം കോയിൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദി അതേഴ്സ്. ഇത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ക്യാരം കോയിൻസ് ഒക്കെ അട്ടി വെച്ചിട്ട് താഴത്തത് മാത്രം നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് എടുക്കുന്നു, ബാക്കിയെല്ലാം അവിടെ തന്നെ അങ്ങ് വന്ന് നിൽക്കും അല്ലേ, കോയിൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫ്രം എ സെറ്റ് ഓഫ് കോയിൻസ് സ്റ്റാക്ഡ് വൺ ഓവർ ദി അതർ. അതേതാണ് അപ്പോൾ? നിങ്ങൾ ആലോചിക്കുക, എല്ലാ കോയിൻസും റെസ്റ്റിലാണ്. നമ്മൾ സഡൻ മോഷൻ കൊടുക്കുന്നത് താഴത്തെ കോയിന് മാത്രമാണ്. അപ്പോൾ ബാക്കി മേലെയുള്ള കോയിൻസ് ഒക്കെ എന്താണ്? മേലുള്ള കോയിൻസിനൊക്കെ എന്തുണ്ട്? ഇനേർഷ്യ ഉണ്ട്. അപ്പോൾ അവരൊന്ന് മൂവ് ചെയ്ത് തുടങ്ങാനുള്ള സമയമായിട്ടില്ല, അപ്പോഴത്തേക്കും താഴത്തെ കോയിൻ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതും ഏതിന് എക്സാമ്പിളാണ്? അപ്പം ഇനേർഷ്യ ഓഫ് ലാസ്റ്റ് വൺ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനേർഷ്യ ഓഫ് മോഷനാണ് IOM എന്ന് എഴുതിയത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണെന്ത് IOR എന്ന് എഴുതിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദി അപ്രോപ്രിയേറ്റ് ലോ ഫോർ ദ ഗിവൺ സിറ്റുവേഷൻസ്. ഇതിന് പറ്റിയ ലോ ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. When the tip of an inflated balloon is released, the balloon moves in a direction opposite to the direction of motion of air. അപ്പോൾ നമ്മളൊരു ബലൂണ് കാറ്റ് നിറച്ചിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കാറ്റ് ഒരു സൈഡിലേക്ക്, ബലൂൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതിൻ്റെ കാരണം എന്താ? അത് വേറൊന്നുമല്ല, ന്യൂട്ടൺസ് ഏത് ലോ ആണത്? തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വലൻറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഇതിൻ്റെ ആൻസർ. When a bus moves forward suddenly from rest, the standing passengers tend to fall back. നമ്മൾ നേരത്തെ പറഞ്ഞ ഇനേർഷ്യൽ സിറ്റുവേഷൻ തന്നെ. പെട്ടെന്ന് ബസ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കോട്ട് പോകും. അത് ഏത് മോഷനാണ്? ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ് അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ അത് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഡ്യൂറിങ് എ പോൾ വോൾട്ട് ജംപ് ദ ഇമ്പാക്റ്റ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഫോളിങ് ഓൺ എ ഫോം ബെഡ്. അതായത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബെഡിലേക്കാണ് പോൾ വോൾട്ട് ആളുകൾ ചാടിയിട്ട് വീഴുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഏത് ലോ ആണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നത്? ഇത് നമ്മുടെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ് അല്ലേ. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ്. അപ്പോൾ ഈ പോൾ വോൾട്ടുകാർ ചാടി താഴേക്ക് വീഴുമ്പോൾ നല്ല മൊമെൻറ്റത്തിലാണ് അവർ വരിക. പെട്ടെന്നാണ് അവരുടെ മൊമെൻറ്റം 0 ആകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോം ബെഡ് വെക്കുന്നത്. സമയം കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം സമയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കുറയും. എന്ന് വെച്ചാൽ ഫോഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ പുഷ്ഡ് ഔട്ട് ഫ്രം ചേമ്പേഴ്സ് ഓഫ് റോക്കറ്റ് കോസസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് പ്രൊപ്പൽഷനിൽ ഗ്യാസുകൾ, എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യാണ്? ഹൈ പ്രഷറിലുള്ള ഗ്യാസ് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. അതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏതാണെന്ന് പറയാം? ഇത് നമുക്ക് തേർഡ് ലോ ഓഫ് മോഷനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇതിലിതാ ഈ ഒരു മൊമെൻറ്റം കൺസർവേഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ബേസ് ചെയ്ത് ഇതിൻ്റെ വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഒരു ബോട്ടിലേക്ക് ഒരു ബോയ് എടുത്ത് ചാടുന്ന ചോദ്യം, അല്ലെങ്കിൽ തിരിച്ചൊരു ബോട്ടിൽ നിന്ന് കരയിലേക്ക് എടുത്ത് ചാടുന്ന ചോദ്യം, ഒരു കാർട്ടിലേക്ക് ഒരു ബോയ് എടുത്ത് ചാടുന്നു, എന്നിട്ട് കാർട്ടും ബോയും ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. ഇതെല്ലാം ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷനും പഠിച്ചു വെക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്കിവിടെ ഷുവർ ഷോട്ട് അവസാനിപ്പിക്കാം. ആസ് യൂഷ്വൽ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളുടെ ലിങ്കും അതിൻ്റെ നോട്ട്സും അതുപോലെ ആനുവൽ എക്സാമിൻ്റെ ഫൈനൽ റിവിഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.